listen, let's drink up. Your death look like big fun. Come on, let's get it on. Like that Marvin Gaye song. I'm stunning, you love it. Come on, give me something. I know that you want it. Come on, give me something. The night is young and so are we. So maybe you should leave with me. അപ്പോൾ ഈ രാവിലെ തന്നെ നല്ല ചൂടൻ കാപ്പി കുടിക്കാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ സിജി ചേച്ചിയും ചേട്ടനും പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ വീട്ടിൽ. അപ്പോൾ എല്ലാവരും എഴുന്നേറ്റിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഞ്ഞിയാക്കാന്ന് വിചാരിച്ചു. പൊതുവേ എല്ലാവർക്കും കഞ്ഞി ഇഷ്ടമായതുകൊണ്ട് രാവിലെ തന്നെ ഒരു കഞ്ഞി കുടിച്ച ഒരു പ്രത്യേക ഒരു സന്തോഷമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കഞ്ഞി ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അല്ലെങ്കിൽ ഇടയ്ക്ക് പലഹാരങ്ങളൊക്കെ അവർ വരുമ്പോൾ ഉണ്ടാക്കാറുണ്ട്. പക്ഷെ നമ്മളെല്ലാവരുടെയും ഇഷ്ടം നോക്കുമ്പോൾ കഞ്ഞിയോടാണ് ഇൻട്രസ്റ്റ്. അപ്പോൾ ഞാൻ ഉപ്പേരിക്കുള്ളതൊക്കെ കട്ട് ചെയ്ത് അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഉണ്ടായിരുന്ന വെജിറ്റബിൾസ് എല്ലാം കൂടി ഇട്ടിട്ടുള്ളൊരു ഉപ്പേരിയാണ് കേട്ടോ. ക്യാരറ്റും ഉരുളക്കിഴങ്ങും ബീൻസും പയറും ഉണ്ടായിരുന്നു. അപ്പോൾ അത് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തു. അപ്പോൾ അതൊക്കെ കൂടി മിക്സ് ചെയ്ത് വെക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു രസമാണ്. അപ്പോൾ വെളുത്തുള്ളിയും ചെറിയുള്ളിയും കൂടി ഇത് ക്ലീൻ ചെയ്ത് നല്ലോണം ചതച്ചെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടു. ഇനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടി ഇട്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ച് നമ്മുടെ വെജിറ്റബിൾസൊക്കെ ഇട്ട് ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച്, അധികമല്ല, ജസ്റ്റ് ഒരു ഇത്തിരികളൊന്നും നനയാനുള്ളൊരു വെള്ളം ഒഴിച്ചിട്ട് അടച്ചു വെച്ച് സിമ്മിലിട്ട് കുറച്ച് നേരം വേവിക്കും. അത് കഴിഞ്ഞിട്ട് ഫുള്ളിലിട്ടിട്ട് ഗ്യാസ് ഫുള്ളിലിട്ടിട്ട് അങ്ങനെ വേവിക്കും. അങ്ങനെ കഴിക്കാൻ അടിപൊളിയാണ് കേട്ടോ. നമ്മൾ വേവിക്കണേക്കാളും കുക്കറിലൊക്കെ ഇട്ട് വേവിച്ച് അല്ലെങ്കിൽ സെപ്പറേറ്റ് പാത്രത്തിലൊക്കെ ഇട്ട് വേവിച്ച് നമ്മൾ ഈ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കണേക്കാളും ടേസ്റ്റ് എനിക്കിതിൽ തോന്നിയിട്ടുണ്ട്. പിന്നെ എനിക്ക് മുമ്പൊക്കെ തോന്നിയിട്ടുണ്ട് ഈ ഉരുളക്കിഴങ്ങൊക്കെ നമ്മളിങ്ങനെ വേവിക്കുമ്പോൾ വേവാവോ എന്നൊക്കെയുള്ളൊരു തോന്നലുണ്ട്. കാരണം എപ്പോഴും കുക്കറിലൊക്കെ ഇട്ടൊന്ന് വിസിൽ കളഞ്ഞാൽ പെട്ടെന്ന് വേവും. അപ്പോൾ വേറൊരു നമുക്ക് എളുപ്പമാണ് പണി. പക്ഷേ ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഗ്രേസ് ഉരുളക്കിഴങ്ങ് പ്രിയ ആയതോടുകൂടി ഉരുളക്കിഴങ്ങിന് ഇങ്ങനെ വേവിച്ചാലും പെട്ടെന്ന് കുക്കാവുമെന്ന് എനിക്ക് മനസ്സിലായി. നമ്മളെപ്പോഴും അങ്ങനെ ഓരോ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടാണല്ലോ മനസ്സിലാക്കുക. അപ്പോൾ അങ്ങനത്തെ നല്ലോണം ഒന്ന് കൂട്ടി ഇളക്കി മിക്സ് ചെയ്ത് കുറച്ച്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ മൂടി വെച്ച് വേവിക്കാൻ പോവാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ ഇന്നലെ മാങ്ങ ഉപ്പിലിട്ട് വെച്ചായിരുന്നതിന് ഞാൻ അച്ചാർ ഉണ്ടാക്കാൻ സമയം കിട്ടിയില്ല. ഇന്നലെയല്ല, മിനിഞ്ഞാന്ന് സമയം കിട്ടിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് പെട്ടെന്ന് എൻ്റെ കുറച്ച് അച്ചാർ പൊടി ഇരിപ്പുണ്ട്. അപ്പോൾ അച്ചാർ പൊടിയൊക്കെ ഇട്ട് കുറച്ച് വെളുത്തുള്ളിയൊക്കെ ഇട്ട് ആ ഒരു പെട്ടെന്നൊരു അച്ചാർ അങ്ങനെ ഉണ്ടാക്കുന്നത് വെച്ചാൽ അങ്ങനെയൊക്കെ അച്ചാറുണ്ടാക്കി ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങളിതേ ഒന്ന് ചാലക്കുടിക്ക് പോവാണ്. അപ്പോൾ ചേച്ചി വീട്ടിലുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് വരല്ലേ. അപ്പോൾ ക്രിസ്മസ് വന്നേക്കാൻ മുമ്പ് എനിക്ക് ഗ്രേസിനും എനിക്കും കൂടി സെയിം ആയിട്ടുള്ളൊരു ഡ്രസ്സ് തയ്പ്പിക്കണം എന്ന് ആഗ്രഹമുണ്ട്. ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല. അപ്പോൾ ഇന്ന് അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ച് തയ്പ്പിക്കാൻ വേണ്ടി കൊടുക്കാൻ വേണ്ടി പോണതാണ്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കൂടെ സ്റ്റീവിൻ്റെ മുടി വെട്ടണം. കുറേ ദിവസമായി ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കണേ. അപ്പോൾ അതൊക്കെ ചെയ്യണം. ഫസ്റ്റ് ഞാൻ നിങ്ങൾ ചാലക്കുടിയിൽ സീനാസിൽ എത്തിയിട്ടാണ്. എനിക്ക് എൻ്റെ അനിയൻ്റെ കല്യാണത്തലേന്ന് ഡ്രസ്സ് ചെയ്തത് ഇവിടെയായിരുന്നു. നല്ല ഇഷ്ടപ്പെട്ടായിരുന്നു. ഒരു പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്ത് തരും. അപ്പോൾ ഇപ്പോൾ ക്രിസ്മസ് അടുക്കാറായല്ലോ. അപ്പോൾ അതിന് മുമ്പ് സ്റ്റിച്ച് ചെയ്യിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഞങ്ങളിങ്ങനെ ഡിസൈനുകൾ ഇങ്ങനെ എന്തൊക്കെ വേണം എങ്ങനെയൊക്കെ വേണം എന്നൊക്കെ നോക്കുകയാണ്. അപ്പോൾ എൻ്റെ അളവും കാര്യങ്ങളൊക്കെ എടുത്തു, ഗ്രേസിൻ്റെയും അളവും കാര്യങ്ങളൊക്കെ എടുത്തു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇനി നേരെ മുടി വെട്ടാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ സ്റ്റീവ് ഉറങ്ങി അപ്പോഴേക്കും. അപ്പോൾ സണ്ണചാടൻ്റെ ഇനി ഷേവിങ്ങും ഹെയറൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് സ്റ്റീവിനെ വെട്ടാന്ന് വിചാരിക്കണം. കാരണം ഭയങ്കര ബഹളമായിരിക്കും. കരച്ചിലാണ്. ആള് ഇവിടെ എത്തിയെന്ന് പറഞ്ഞ് ഞാനിങ്ങനെ എണീപ്പിച്ചപ്പോഴേക്കും സ്റ്റീവ് എഴുന്നേറ്റിട്ട് ആളിങ്ങനെ പേടിച്ച് കിടക്കുന്നതാണ്. അവന് ഇങ്ങനെ ട്രിമ്മറിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ പിന്നെ മുടി വെട്ടാൻ വരുമ്പോൾ ഫസ്റ്റത്തെ പ്രാവശ്യം അവന് മുടി വെട്ടിച്ചപ്പോൾ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് ആളവിടെ ഇരുന്നു. പിന്നെ ഭയങ്കര കരച്ചിലാണ്. ഇന്ന് എന്താവുമെന്ന് അറിയില്ല. ഗ്രേസായ ഗ്യാപ്പിൽ കോപ്രായങ്ങളൊക്കെ കാട്ടി അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ സ്റ്റീവിൻ്റെ മുടി വെട്ടൽ കഴിഞ്ഞിട്ടാവും ഒരു ബഹളമായിരുന്നു. ഞാനത് വീഡിയോ ആയിട്ടൊന്നും എടുത്തില്ല. അത്രയും കരച്ചിലും ബഹളമായിരുന്നു. ഭാഗ്യത്തിന് അവൻ മുടി തല ഇങ്ങനെ വെട്ടിച്ചില്ല കട്ട് ചെയ്ത സമയത്ത്. ഇതിൻ്റെ മുമ്പ് മുടി വെട്ടുന്ന സമയത്ത് തല കിടന്നിങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവർക്ക് തന്നെ മുടി വെട്ടാൻ ഭയങ്കര പാടായിരുന്നു. പിന്നെ എന്തൊക്കെയോ ഇങ്ങനെ കാട്ടി അവർ വെട്ടി. ഇപ്രാവശ്യം നല്ല കരച്ചിലായിരുന്നെങ്കിലും തല അനക്കാണ്ട് പിടിച്ചു. അപ്പോൾ ഞാൻ ത്രെഡ് ചെയ്തു കേട്ടോ. ത്രെഡ് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ അപ്പയും മോനും കൂടെ അവിടെ ഇരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അവരൊരു കോലുമിഠായൊക്കെ കൊടുത്തപ്പോൾ ഓക്കെ ആയി. മുടി വെട്ടിക്കഴിഞ്ഞപ്പോഴേക്കും ഹാപ്പി ആയിരുന്നു. പിന്നെ ഭയങ്കര വർത്താനമായിരുന്നു കേട്ടോ.
അപ്പോൾ ഒരു പേടിയുണ്ട് ഉള്ളിൽ. ഗ്രേസിന് അങ്ങനെ അത്രയും വലിയ പേടിയൊന്നും ഉണ്ടായിരുന്നില്ല. ഇവനെന്താണ് അങ്ങനെയെന്ന് അറിയില്ല. നിങ്ങളുടെ മക്കൾ എങ്ങനെയാണെന്ന് പറയണേ. അപ്പോൾ ഇനി പേയ്മെൻ്റൊക്കെ കൊടുത്ത് ഞാൻ അവിടെ നിന്ന് ഒരു ഷാമ്പു കണ്ടീഷണർ മേടിച്ചു. ഞാൻ ബയോളജിൻ്റെ ഷാമ്പു കണ്ടീഷണർ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അത് അവിടെ നിന്ന് മേടിച്ചിട്ട് തീർന്നിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞിട്ട് സ്കാൻഡി എന്ന് പറഞ്ഞാൽ പുതിയ ഷോപ്പാണ് കേട്ടോ. അത് മൂലൻസിൻ്റെ സൈഡിൽ തന്നെയുള്ള ഒരു പുതിയ ഷോപ്പാണ്. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇവിടെ നിന്ന് വരണേ. അപ്പോൾ ഇനി അവർക്ക് ഒരു സന്തോഷത്തിന് വേണ്ടി ഇത് എങ്ങനെ കഴിക്കുകയാണ്. ഗ്രേസിനാണെങ്കിൽ ഞങ്ങൾ മൂലൻസിൽ കയറിയായിരുന്നു. കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നും വീഡിയോ ആയിട്ട് എടുത്തില്ല. കാരണം ഇവന് ഉറക്കം കരച്ചിൽ അങ്ങനെ ഇതൊക്കെ ആയതുകൊണ്ട് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്നും എടുത്തില്ലായിരുന്നു. ഗ്രേസിന് അപ്പോൾ ഒരു കണ്ണാടിയും ഒരു ക്ലിപ്പും മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്റ്റീവായിട്ട് ഷെയർ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടാണ് മേടിച്ചത്. അപ്പോൾ ഷെയർ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ സ്റ്റീവ് ഗുഡ് ബോയ് ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. സനജാനാണെങ്കിൽ ഐസ്ക്രീമിനെ കടിച്ച് ചവച്ച് കഴിക്കണം. നിങ്ങൾ ആരെങ്കിലും അങ്ങനെ കഴിക്കാറുണ്ടെങ്കിൽ പറയണേ. എനിക്ക് കാണുമ്പോൾ തന്നെ പല്ലു പുളിക്കും. എങ്ങനെയാണെന്നറിയില്ല, ഐസ്ക്രീം കടിച്ച് കഴിക്കും. എനിക്കിങ്ങനെ നക്കി ഓക്കെ നമുക്ക് ഐസ്ക്രീം കഴിക്കാം. നിങ്ങൾക്ക് അങ്ങനത്തെ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. നമുക്ക് പല്ല് സനജാൻ അങ്ങനത്തെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് സ്റ്റീവ് ഭയങ്കര ഹാപ്പിയായി. ഞങ്ങളിതേ പോകാൻ പോവാണ്. അവനെ വിളിച്ചിട്ട് വരണുണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങളിത് ചാലക്കുടിയിലെ മാക്സിലൊന്ന് കയറി. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ വിശേഷങ്ങൾ. കുറേ വീഡിയോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അവൻ്റെ കരച്ചിലും ബഹളമൊക്കത്തിൻ്റെ ഇടയിൽ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇതൊക്കെയായിരുന്നുണ്ട് ഇന്നലത്തെ കുറച്ച് വിശേഷങ്ങൾ. ബാക്കി വിശേഷങ്ങൾക്ക് അടുത്ത വീഡിയോ കാണാം കേട്ടോ. ബൈ.